പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയുടെ വേളയ്ക്കായി നമ്മുടെ ദൈവത്തെ നമുക്ക് നന്ദിയോടെ മഹത്വപ്പെടുത്താം. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടതായൊരു ദിനം ദൈവം നമുക്ക് ദാനമായി തരികയും ഈ വേളയിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ നമ്മെ തൻ്റെ തിരുസന്നിധിയിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ മഹാദയയെ ഓർത്ത് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. യാക്കോബിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ കർത്താവിൽ ആശ്രയം വയ്ക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് നാം സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നുവല്ലോ. യാക്കോബിൻ്റെ ദൈവം തനിക്ക് സഹായമായിട്ടുള്ള മനുഷ്യൻ, തൻ്റെ ദൈവമായ കർത്താവിൽ മാത്രം ആശ്രയം വയ്ക്കുന്നവൻ ഭാഗ്യവാൻ എന്ന്. കർത്താവിൽ ആശ്രയം വയ്ക്കുന്നവർ ഭാഗ്യമുള്ളവരാണ്. അവർ ഒന്നിനെയും ഭയപ്പെടാത്തവരായിരിക്കും. അവർ ദൈവത്തെ മാത്രം ഭയപ്പെടുന്നവരായിരിക്കും. മനുഷ്യരിൽ ഭയപ്പെടുകയില്ല, മനുഷ്യരിൽ ആശ്രയം വയ്ക്കുകയില്ല. മനുഷ്യർ ഒരിക്കലും അവർക്ക് ആശ്രയിക്കുവാനോ ഭയപ്പെടുവാനോ ഉള്ള കാരണമായിരിക്കുകയില്ല. ഈ ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും വേർപാടുകളും കടന്നു വരും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചു മുന്നേറുമ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മെ ശക്തിപ്പെടുത്തും, താങ്ങും. നാം തളരുകയില്ല, ഭയപ്പെടുകയില്ല. ഒരു രോഗം വരുമ്പോൾ സാധാരണയായി ദൈവമില്ലാത്തവരും ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരും ഭയപ്പെടുന്നത് കാണുവാൻ സാധിക്കും. ഈ രോഗത്തിൽ മരിച്ചു പോകുമോ എന്ന്. ഭവനത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഭയപ്പെടുന്നത് കാണും. ഇത് മറ്റുള്ളവരറിയുമോ, നാണക്കേടായി തീരുമോ എന്ന്. പണം കിട്ടുവാൻ, ലാഭമുണ്ടാക്കുവാൻ വൈകിയാൽ, അല്ലെങ്കിൽ പണം നഷ്ടമായാൽ അതോർത്ത് വിലപിക്കുന്നവരുണ്ടാകും. ഇവരൊക്കെ ആരാണ് എന്ന് ചോദിച്ചാൽ ദൈവത്തിൽ ആശ്രയം വയ്ക്കാത്തവർ. നിങ്ങൾക്ക് മുമ്പിൽ ഉദാഹരണമായി ഇടപ്പാട് പ്രെയർ സെൻറ്റർ നടത്തുന്നവരുണ്ട്. അത് ആരംഭിച്ച നാൾ മുതൽ ഇന്ന് വരെയും എതിർപ്പുകളും ഉപദ്രവങ്ങളും പീഡനങ്ങളും. പക്ഷേ മനുഷ്യരെ ഭയന്ന് പിന്മാറാതെ ദൈവത്തിൽ ആശ്രയിക്കയാൽ മാത്രം മുന്നേറുന്നവർ. ഇതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഉദാഹരണം. ഒരു വീട്ടിലെ പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ അത്രയ്ക്കും വലിയ കാര്യമാണോ പ്രിയമുള്ളവരെ? നിങ്ങളുടെ മുമ്പിൽ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഉണ്ടായാൽ അതിൽ അധൈര്യപ്പെടാതെ നിങ്ങൾ ആശ്രയം വയ്ക്കുന്ന കർത്താവിൽ ഉറച്ച് മുന്നോട്ട് നീങ്ങുകയാണ് എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിജയകരമായി വഴി നടത്തും. കർത്താവിൽ ആശ്രയം വയ്ക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് എൻ്റെ ദൈവത്തിന് സാധിക്കും എന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം എന്നറിയാവുന്ന എല്ലാവർക്കും ഒരുമിച്ച് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ എന്ന് അനുഭവിച്ചറിഞ്ഞ എല്ലാവർക്കും പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധന വേളയ്ക്കായി നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു. കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളുടെ മുട്ടുകളെ മടക്കുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ മുട്ടുകളെ മടക്കിയിരിക്കുന്ന ഈ വേളയ്ക്ക് സ്വർഗം തുറന്ന് ദൈവാത്മശക്തി വ്യാപരിക്കുമാറാകണമേ. ഉയരത്തിലെ ശക്തി പ്രവർത്തിക്കുമാറാകണമേ. അത്യുന്നതൻ്റെ ശക്തി പരിവർത്തിക്കുമാറാകണമേ. കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ ദൈവാത്മശക്തി ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമാറാകണമേ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് ഞങ്ങളങ്ങ്
സ്തുതിക്കുന്നു പിതാവേ. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്ന വേളയിൽ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ വഴി നടത്തിയ കൃപകളെ ഓർത്ത് നന്ദിയോട് ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു പിതാവേ. അവിടുന്ന് ഞങ്ങളെ കാത്ത് സംരക്ഷിച്ച കൃപയ്ക്കായി നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു പിതാവേ. ആവശ്യങ്ങളിൽ സഹായിച്ചതോർത്ത് ഇന്ന് വരെയും ഞങ്ങളുടെ ദൈവത്തിൽ ആശ്രയിച്ചവരാകെ ഞങ്ങൾ ലജ്ജിച്ചു പോകാതെ ഞങ്ങളെ വഴി നടത്തി വരുന്ന കർത്താവിൻ്റെ മഹാദയെ ഓർത്ത് നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ആരാധനേ
പെയ്യും പരിശുദ്ധരേ, നദിയാക എൻ വാഴ്വിൽ ഓടുമയ്യാ. പനി പോലെ പെയ്യും പരിശുദ്ധരേ, നദിയാക എൻ വാഴ്വിൽ ഓടുമയ്യാ. നാനാതിശയം നൽകന്ധமாக ആരാധனை ആരാധனை. നാനാതിശയം നൽകന്ധமாக ആരാധனை ആരാധனை ആരാധனை. ദേവനേ ആരാധனை, യേശുവേ ആരാധனை, ആവിയേ ആരാധனை ആരാധனை. Glory to Father, glory to Master, glory to God, glory to Jesus Christ. Hallelujah. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു. നന്ദിയോട് ഞങ്ങളെ സ്തുതിക്കുന്നു പിതാവേ. നന്ദിയോട് ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു. നന്ദിയോട് ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു. Glory to God. Hallelujah. Praise the Lord. Glory to God. Praise the Lord. Glory to Master. Hallelujah. നന്ദിയോട് ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. Glory to God. Glory to God. Glory to Master. Hallelujah. Praise the Lord. നന്ദിയോട് ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു. Praise the Lord. Hallelujah. 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 നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളെങ്ങ് സ്തുതിക്കുന്നു പിതാവേ. നന്ദിയോട് ഞങ്ങളെങ്ങ് വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. Glory to Master. Hallelujah. അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന വേളയിൽ സന്തോഷത്തോടെയും കൃതജ്ഞതയോടെയും ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിന് സ്തോത്രം അർപ്പിക്കുന്നു. നന്ദിയോട് ഞങ്ങളെങ്ങ് മഹത്വപ്പെടുത്തുന്നു. Glory to Jesus Christ. Hallelujah. Hallelujah. Praise the Lord. Glory to God. Hallelujah. നന്ദിയോട് ഞങ്ങളെങ്ങ് വാഴ്ത്തുന്നു പിതാവേ. Glory to Master. Hallelujah. നന്ദിയോട് ഞങ്ങളെങ്ങ് വാഴ്ത്തുന്നു പിതാവേ. Glory to God. Hallelujah. രക്ഷയും വെളിച്ചവും യഹോവ, ആർത്തുപാടി ഞാൻ സ്തുതിക്കും, നൃത്തത്തോടെ ആരാധിക്കും. ജീവന്റെ ബലമാണ് ദൈവം, രക്ഷയും വെളിച്ചവും യഹോവ. ഹല്ലേലൂയ, അവൻ നല്ലവനല്ലോ, ഹല്ലേലൂയ, അവൻ വല്ലഭനല്ലോ, ഹല്ലേലൂയ, എന്റെ രക്ഷകനല്ലോ, ഹല്ലേലൂയ, 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 അവൻ നല്ലവനല്ലോ, ഹല്ലേലൂയ, അവൻ വല്ലഭനല്ലോ, ഹല്ലേലൂയ, എന്റെ രക്ഷകനല്ലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭുക്കളിലല്ല എന്റെ ആശ്രയം, ധനവും മാനവും അല്ല ലക്ഷ്യവും, ദൈവസന്നിധി എന്റെ ആശ്രയം, തന്റെ സേവ ഒന്നേ ആഗ്രഹം. പ്രഭുക്കളിലല്ല എന്റെ ആശ്രയം, ധനവും മാനവും അല്ല ലക്ഷ്യവും, ദൈവസന്നിധി എന്റെ ആശ്രയം, തന്റെ സേവ ഒന്നേ ആഗ്രഹം. ഹല്ലേലൂയ, അവൻ നല്ലവനല്ലോ, ഹല്ലേലൂയ, അവൻ വല്ലഭനല്ലോ, ഹല്ലേലൂയ, എന്റെ രക്ഷകനല്ലോ, ഹല്ലേലൂയ, 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 അവൻ നല്ലവനല്ലോ, ഹല്ലേലൂയ, അവൻ വല്ലഭനല്ലോ, ഹല്ലേലൂയ, എന്റെ
ലോകസുഖം അല്ല എന്റെ ലക്ഷ്യവും, ദൈവകൃപ മാത്രമെന്നാശയം. പാപികളിൻ രക്ഷ എന്റെ ആഗ്രഹം, ഉന്നതരിലല്ല എന്റെ ആശയം. ലോകസുഖം അല്ല എന്റെ ലക്ഷ്യം, ദൈവകൃപ മാത്രമെന്നാശയം. പാപികളിൻ രക്ഷ എന്റെ ആഗ്രഹം. ഹല്ലേലൂയ, അവൻ നല്ലവനല്ലോ. ഹല്ലേലൂയ, അവൻ വല്ലഭനല്ലോ. ഹല്ലേലൂയ, എന്റെ രക്ഷകനല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, അവൻ നല്ലവനല്ലോ. ഹല്ലേലൂയ, അവൻ വല്ലഭനല്ലോ. ഹല്ലേലൂയ, എന്റെ രക്ഷകനല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory to God, hallelujah. Glory to God, glory to God, glory to God, hallelujah. Hallelujah, hallelujah, hallelujah. Glory to Master, praise the Lord, hallelujah. Hallelujah, hallelujah, hallelujah. Glory, glory, glory to Master, hallelujah. നന്ദിയോട് ഞങ്ങളെങ്ങ് മഹത്വപ്പെടുത്തുന്നു. അല്പനേരം കൂടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചന മുഖാന്തരം ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. ഞങ്ങൾ ശ്രമിക്കുന്ന അവിടുത്തെ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, കർത്താവിന്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ, അനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പ്രാപ്തരാക്കുമാറാകണമേ. ഗ്ലോറി ടു മാസ്റ്റർ, ഹല്ലേലൂയ. ഞങ്ങളെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ കൃപ പിന്നെയും ഞങ്ങളെ നിറയ്ക്കുന്നതിനാൽ ഞങ്ങൾ ശക്തി നേടിയവരാകി കർത്താവിന്റെ സന്നിധിയിൽ നിന്നും കടന്നു പോകുന്നതിനായി നന്ദിയോട് ഞങ്ങളെങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളേവരെയും താഴ്ച അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങളുടെ കർത്താവിന് മാത്രം അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ഒരു ഭൃത്യന് 2 യജമാനന്മാരുടെ അടിമയായിരിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ജോലിക്കാരന് 2 യജമാനന്മാരുടെ കീഴിൽ ഇരിക്കാൻ സാധ്യമല്ല. വീണ്ടും യേശു പറയുന്നു, അയാൾ ഒന്നുകിൽ ഒന്നാമനെ ദ്വേഷിക്കുകയും രണ്ടാമനെ സ്നേഹിക്കുകയും ചെയ്യും. ഒരു ജോലിക്കാരന് 2 യജമാനന്മാരുടെ കീഴിൽ ജോലി ചെയ്യാൻ പറ്റുകയില്ല. അവൻ ഒന്നുകിൽ ഒരു യജമാനനെ വെറുക്കും, മറ്റേ യജമാനനെ അവൻ സ്നേഹിക്കും. രണ്ടിൽ ആരെങ്കിലും ഒരാളെയെ സേവിക്കുവാനും സ്നേഹിക്കുവാനും അയാൾക്ക് കഴിയുകയുള്ളൂ. 2 പേരുടെ അടിമയായി ജീവിക്കുവാൻ പറ്റുകയില്ല. അങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ ആരെങ്കിലും ഒരാളെ തള്ളും, ഒരാളെ സ്നേഹിക്കും. വീണ്ടും അല്ലെങ്കിൽ ഒന്നാമനോട് കൂറ് പുലർത്തുകയും സ്നേഹിക്കുകയും രണ്ടാമനെ വെറുക്കുകയും ചെയ്യും. ഒന്നാമനോട് സ്നേഹം, രണ്ടാമനെ വെറുക്കും. മനസ്സിൽ അയാളെക്കുറിച്ച് വെറുപ്പ് കാണപ്പെടും, പുറത്ത് കാണിക്കുകയില്ല. വെറുപ്പ് മനസ്സിനകത്തിരിക്കും, പുറമേ ചിരിച്ചു കാണിക്കും. അങ്ങനെയുള്ള വേലക്കാരുണ്ട്. ആളുകളെ കാണുമ്പം ഒരു ചിരി, ആളുകൾ മാറുമ്പം തിരിച്ചൊരു പരിഹാസച്ചിരി. വീണ്ടും ദൈവത്തെയും മാമോനെയും ഒപ്പം സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഒരു വേലക്കാരന് 2 യജമാനന്മാരെ സ്നേഹിക്കുവാൻ
എങ്ങനെ സാധ്യമല്ലയോ അതുപോലെ തന്നെ ദൈവത്തെയും മാമോനെയും സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ദൈവത്തെയും സ്നേഹിച്ചുകൊണ്ട് പണത്തിനെയും സ്നേഹിക്കുവാൻ ഒരുത്തന് സാധ്യമല്ല. ഒന്നുകിൽ പണത്തിനോട് കൂറ് പുലർത്തുകയും ദൈവത്തെ വെറുക്കുകയും ചെയ്യും. പണമാണ് കാരണം. പണം കിട്ടിയാൽ മതി. പലർക്കും കാശിന്മേൽ ആശ, പലർക്കും പണത്തിൻ്റെ പുറത്തൊരാശ. പണത്തിൻ്റെ പുറത്ത് ആശയുള്ള നിനക്ക് കർത്താവിനെ എങ്ങനെ സ്നേഹിക്കുവാൻ സാധിക്കും? പണമാണ് ലക്ഷ്യമെങ്കിൽ നിൻ്റെ തൊഴിൽ അഭിവൃദ്ധിക്കായിട്ടും നിൻ്റെ രോഗം തീരാനായിട്ടും നിൻ്റെ പ്രശ്നങ്ങൾ തീരാനായിട്ടും നിനക്ക് ക്ഷേമമുണ്ടാകാനായിട്ടും മാത്രമായി കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ നീ അഭിനയിച്ചാൽ നീ ദൈവത്തെ അല്ല സ്നേഹിക്കുന്നത്, പണത്തിനെയാണ്. പണത്തിനോടൊരു പ്രത്യേക മമത. പലർക്കും പണത്തിനോടൊരു പ്രത്യേക മമത. ഇവിടെ കർത്താവായ യേശു പറയുന്നു, ദൈവത്തെയും മാമോനെയും ഒപ്പം സേവിക്കുവാൻ, സ്നേഹിക്കുവാൻ നിങ്ങൾക്കാർക്കും കഴിയുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ പണത്തിനെ വെറുക്കും. പണത്തിൽ ഒരു ആശ ഇല്ലാത്തവൻ ദൈവത്തെ സ്നേഹിക്കും. അവൻ ദൈവത്തിൻ്റെ മകനായിരിക്കും, ദൈവത്തിൻ്റെ മകളായിരിക്കും. രണ്ട് യജമാനന്മാരെ ഒരു ഭൃത്യന്, ഒരു വേലക്കാരന് സ്നേഹിക്കുവാൻ കഴിയുകയില്ല. അതുപോലെ പണത്തെയും ദൈവത്തെയും സ്നേഹിക്കുവാൻ ഒരുവനും കഴിയുകയില്ല. ഒന്നുകിൽ അവൻ പണത്തെ സ്നേഹിക്കും, അല്ല എങ്കിൽ ദൈവത്തെ സ്നേഹിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർ പണത്തിനോട് മമത കാട്ടുകയില്ല. പണം കർത്താവ് കൊടുക്കും. അവരുടെ ആവശ്യങ്ങൾക്കും ചെലവിനും എല്ലാറ്റിനും പണം നൽകുന്നത് ദൈവമാണ്. അതുകൊണ്ട് പണത്തിനെപ്പറ്റി അവർക്ക് ഖേദമില്ല, അവർക്ക് ദുഃഖമില്ല. ആവശ്യങ്ങൾ കർത്താവ് നടത്തി കൊടുക്കും. ഒരു വിവാഹ കാര്യമായാലും, ഒരു വീട് വയ്ക്കുന്ന കാര്യമായാലും, ഒരു ബോട്ട് വയ്ക്കുന്ന കാര്യമായാലും, കുടുംബത്തിലെ ഏതെങ്കിലും നല്ല കാര്യങ്ങളായാലും, മക്കളുടെ പഠിപ്പിൻ്റെ കാര്യങ്ങളായാലും ദൈവം എല്ലാം ചെയ്യും. അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കും, എല്ലാം നിറവേറ്റി കൊടുക്കും. അപ്പോൾ എല്ലാം നിറവേറ്റി കൊടുക്കുന്ന ദൈവത്തെ സ്നേഹിക്കുവാനുള്ള നല്ല മനോഭാവം ദൈവമക്കളെന്ന് പറയുന്നവർക്കുണ്ടാകണം. ഇല്ലെങ്കിൽ അവർ ദൈവമക്കളാണെന്ന് പറയരുത്. ഇടപ്പാടിൽ ഞായറാഴ്ച വരുന്നു. എന്തിനു വരുന്നു? എൻ്റെ ദൈവത്തെ ആരാധിക്കുവാൻ എന്ന് പറയുവാനുള്ള ചങ്കൂറ്റം ഉള്ളവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഇടപ്പാടിൽ എവിടെ പോകുന്നു? നീ എവിടെ ഇടപ്പാടിലാണോ പോകുന്നത്? എന്തിന്? ഇന്ന് ഞായറാഴ്ച ദിവസം എൻ്റെ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ഞാൻ കടന്നു ചെല്ലുന്നു എന്നുള്ള മറുപടിയാണ് നിൻ്റെ മറുപടിയെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും. യേശു പറയുന്നു, നിനക്കൊരേ സമയം എന്നെയും പണത്തിനെയും സ്നേഹിക്കാൻ പറ്റുകയില്ല. യേശു പറയുന്നു, എന്നെയും പണത്തിനെയും ഒരേ സമയം സ്നേഹിക്കുവാൻ പറ്റുകയില്ല. ഒന്നുകിൽ നീ എന്നെ സ്നേഹിക്കും, ഇല്ലെങ്കിൽ പണത്തെ സ്നേഹിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവന് പണത്തിനോട് താല്പര്യം കാണുകയില്ല. പണം വേണം, പണം എല്ലാവർക്കും വേണം. പണം ഇല്ലാതെ ജീവിക്കാൻ പറ്റുകയില്ലല്ലോ. ആ പണം കർത്താവ് തരും, അത് തരും, തരാതിരിക്കുകയില്ല. എൻ്റെ കാര്യങ്ങൾ ഇന്നേ വരെ നടത്തി തരുന്ന എൻ്റെ ദൈവം ഇനിയും എൻ്റെ ആവശ്യങ്ങൾ നടത്തി തരും.
എന്നുള്ള ഒരു പ്രത്യാശയോടുകൂടി ജീവിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ പൊന്നുമക്കൾ എന്ന് പറയുന്നത് അതാണ്. അവർക്ക് ഭാവിയെക്കുറിച്ച് അവർക്ക് ഏതൊരു തരത്തിലും അവർക്ക് ചിന്ത കുഴപ്പങ്ങളില്ല. അതാത് സമയത്ത് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെൻ്റെ കർത്താവ് അറിയുന്നു. അവൻ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും. ഞാൻ എന്തിനു ദുഃഖിക്കണം? ഞാനൊന്നിനും ദുഃഖിക്കില്ല. ഇന്നേ വരെ എന്നെ വഴി നടത്തിയവൻ ഇനിയും നടത്തും. അതാണ് ദൈവമക്കൾ. ദൈവമക്കളെന്ന് പറയുന്ന അതാണ്. ദൈവമക്കൾക്ക് പണ ആഗ്രഹം കാണുകയില്ല. പണ ആവശ്യമുണ്ട്. ദൈവമക്കൾക്കും പണ ആവശ്യമുണ്ട്. പണം വേണം. അത് കർത്താവ് കൊടുക്കുമെന്ന് അവർക്കറിയാം. അപ്പം മറ്റവനാണ്, ദൈവത്തെ സ്നേഹിക്കാത്തവനാണ് പണത്തിന്മേലൊരു പ്രിയം കാട്ടുന്നത്. പണം വേണം, പണം വേണം. ദൈവം കൊടുക്കുന്നതാണ് ധനം. ഒരുത്തന് വരുമാനം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് ദൈവം കൊടുക്കുന്നതാണ്. ദൈവം കൊടുക്കുന്ന ഈ ദൈവദാനമായ വരുമാനത്തിൽ ഉള്ള പങ്ക് ദൈവത്തിന് കൊടുക്കണം. ദൈവം നിനക്ക് തരുന്ന ഓരോ നയാ പൈസയ്ക്കും എണ്ണി എണ്ണി നീ കണക്ക് കൊടുത്ത് കർത്താവിന് കൊടുക്കേണ്ടത്. കൊടുക്കുന്നില്ലയോ? കുഴപ്പമില്ല. എന്താണ്? യേശു പറയുന്നു, എന്നെയും പണത്തെയും ഒരേ സമയം സ്നേഹിക്കുവാൻ സാധ്യമല്ല. പണത്തിനെ സ്നേഹിക്കുന്നവൻ യേശുവിനെ സ്നേഹിക്കുകയില്ല. പണത്തിനെ സ്നേഹിക്കുന്നവൻ യേശുവിനെ സ്നേഹിക്കുകയില്ല. യേശുവിന് കൊടുക്കേണ്ടത് കൊടുക്കാത്തവൻ പണത്തെ സ്നേഹിക്കുന്നവൻ മാത്രമാണ്, യേശുവിനെ സ്നേഹിക്കുന്നവനല്ല. ഇത് പറയുന്നത് യേശുവാണ്. യേശുവിൻ്റെ പങ്ക് യേശുവിന്. അതിന് താല്പര്യമില്ല എങ്കിൽ നീ മാമോനെ സ്നേഹിക്കുന്ന ആളാണ്. നീ മാമോനെ മാത്രം സ്നേഹിക്കുന്ന ആളാണ്. അതിന് യേശു എന്തു പറയുന്നു? അങ്ങനെ മാമോനെ സ്നേഹിക്കുന്നവന് എന്നെ സ്നേഹിക്കാൻ പറ്റുകയില്ല. പോ പിശാചേ. പലരും ഈ തരത്തിൽപ്പെടുന്നതാണ്. വളരെ ചുരുക്കം പേരൊഴികെ ബാക്കിയെല്ലാം ഈ ഗണത്തിൽപ്പെടുന്നവരാണ്. പണത്തിനോട് മാത്രം പ്രിയം. പണം വേണം, മീൻ വേണം, സ്വത്ത് വേണം, കാര്യങ്ങൾ നടക്കണം, എല്ലാം. യേശു ഇതൊക്കെ നടത്തി തരണം. വേറെ എന്തിന് യേശു? വേറെ ഒന്നിനും യേശു വേണ്ട. വേറെ ഒന്നിനും യേശു വേണ്ട. എൻ്റെ ആവശ്യങ്ങൾ എനിക്ക് നടത്തി തന്നാൽ മതി. അപ്പോൾ നീ യേശുവിനെ അല്ല സ്നേഹിക്കുന്നത്, മാമോനെ സ്നേഹിക്കുന്നുവെന്ന് യേശു ഈ വചനത്തിലൂടെ നിന്നോട് സംസാരിക്കുന്നു. പണത്തിനോട് പ്രത്യേക സ്നേഹം പുലർത്തുന്ന ഒരൊറ്റ വ്യക്തിയും ദൈവത്തിൻ്റെ മക്കളല്ല. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വചനപ്രകാരം ജീവിക്കുന്നവൻ ആരാണോ അവനാണ് ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ. അല്ലാതെ നീ വേഷമിട്ട് വരുന്ന ആർക്കും ദൈവത്തെ സ്വന്തമാക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെയും പണത്തിനെയും ഒരേ നേരത്ത് സ്നേഹിക്കുവാൻ നിനക്ക് സാധ്യമല്ല. ദൈവത്തെ മാത്രം നീ സേവിക്കണം, നീ സ്നേഹിക്കണം. നീ ദൈവത്തെ മാത്രം നിൻ്റെ യജമാനനായി കാണണം, പണത്തിനെ അല്ല. പണത്തിനെ നീ നിൻ്റെ യജമാനനായി കണ്ടാൽ നിൻ്റെ കാര്യം പോക്കു മുതലാണ്. നിൻ്റെ യജമാനനായി നിന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച, നിനക്ക് രക്ഷ നൽകിയ, അഭിഷേകം നൽകിയ, ഇന്നോളം നിന്നെ ഭക്ഷണം നൽകുന്ന, വസ്ത്രം നൽകുന്ന, കിടപ്പാടം നൽകുന്ന, ജോലി നൽകുന്ന, പണം നൽകുന്ന, വരുമാനം നൽകുന്ന ആ യേശുവിനെയാണ് നീ സ്നേഹിക്കേണ്ടത്, പണത്തിനെ അല്ല. പണത്തിനെ സ്നേഹിക്കുന്നവൻ നരകത്ത് പോകും. ഹല്ലേലൂയ. ഈ പണമാണ് ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും തടസ്സമായി നിൽക്കുന്നത്. നീ കർത്താവിനെ വിട്ട് മാറാതെ കാണപ്പെടാൻ നിനക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് ഈ പണമെന്ന പിശാചാണ്.
അവൻ ഒരു തരത്തിൽ പിശാചും കൂടിയാണ്. ലോകത്ത് കാണപ്പെടുന്ന തർക്കങ്ങൾ, അടിപിടി, ശണ്ടകൾക്ക് പ്രധാന കാരണം പണമാണ്. ഈ പണമാണ് ഓരോരുത്തരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. പണത്തിനോടൊരു പ്രത്യേക മമത ഉണ്ടാക്കുന്നത്. ഇത് പൈശാചികമായ ശക്തികളുടെ ഒരു പ്രവർത്തനമാണ്. പണത്തിനോട് നിനക്ക് അത്ര കൂറും കരുതലും കരുത്തും ഒരു വെപ്രാളവും പണ ആശയും നിനക്കുണ്ടെങ്കിൽ നിൻ്റെ കൂടെ വസിക്കുന്നത് പിശാചാണ്, പരിശുദ്ധാത്മാവല്ല. 1 തിമോഥെയോ 6 7 മുതൽ വാക്യങ്ങൾ. 1 തിമോഥെയോ 6 7 മുതൽ വാക്യങ്ങൾ. നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നീ ജനിക്കുമ്പോൾ ഇവിടെ ഒരു കെട്ട് പണവുമായിട്ടല്ല നീ വന്ന് ജനിച്ചത്. നീ നഗ്നനായിട്ട് വന്ന് പിറന്നു ഇവിടെ. അത് ഓർക്കണം. നീ വെറും നഗ്നനായി വന്ന് പിറന്നവനാണ്. വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ നീ ജനിക്കുമ്പോൾ? ഇല്ല, ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് ലോകത്തിൽ നിന്ന് ഒന്നും കൊണ്ടുപോകാനും സാധ്യമല്ല. മരിച്ചു കഴിഞ്ഞാലും അതേ അവസ്ഥ തന്നെയാണ്. നിനക്കൊന്നും എത്ര കോടി സ്വത്തുക്കൾ ഇരുന്നാലും നിനക്കതിൽ ഒരു നയാ പൈസ പോലും നീ ചത്തുപോയാൽ തിരിച്ചു കൊണ്ടുപോകാനും പറ്റുകയില്ല. ഈ കാര്യം നീ ഓർക്കണം. വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, തിരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനും നിന്നെക്കൊണ്ട് സാധ്യമല്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ ഇവ കൊണ്ട് നമുക്ക് സംതൃപ്തരാകാം. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു, നിനക്ക് കഴിക്കാൻ ആഹാരവും ഉടുക്കാൻ വസ്ത്രവും ഉണ്ട് എങ്കിൽ നീ അതുകൊണ്ട് തൃപ്തിപ്പെടണം. അല്ലാതെ എനിക്ക് പണം വേണം, എനിക്ക് സ്വത്ത് വേണം, എനിക്ക് ബോട്ട് വേണം, എനിക്ക് വലിയ കപ്പൽ വേണം, മീൻപിടി കപ്പൽ, ഇങ്ങനെയൊക്കെ വ്യാമോഹം നിനക്ക് പാടില്ല. നിൻ്റെ വ്യാമോഹം ഒന്നും നടക്കുകയില്ല. ദൈവം നിനക്കായി എന്ത് വച്ചിരിക്കുന്നു അത് നിൻ്റെ മനസ്സിലെ നിലവാരമനുസരിച്ച് ദൈവം നിനക്ക് പ്രദാനം ചെയ്യും. നിൻ്റെ നല്ല മനസ്സിന് ഏറ്റ രീതിയിൽ കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും. നിൻ്റെ മനസ്സ് ശരിയില്ല എങ്കിൽ ഒരു പ്രതിഫലവും കിട്ടുകയില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ ഇവ കൊണ്ട് നമുക്ക് സംതൃപ്തരാകാം. കഴിക്കാൻ, വിശപ്പടക്കാൻ ആഹാരവും വസ്ത്രവും ഉണ്ട്, ഒരു കിടപ്പാടമുണ്ട് കയറി കിടക്കാൻ. ഇത്രയും ഉണ്ട് എങ്കിൽ നിനക്ക് സംതൃപ്തമായൊരു ജീവിതം, സമാധാനപൂർവമായൊരു ജീവിതം, ഒരു ദൈവിക ജീവിതം നയിക്കുവാൻ സാധിക്കും. 9 വചനം പറയുന്നു, എന്നാൽ ധനവാന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും അകപ്പെടുന്നു. എങ്ങനെയെങ്കിലും 10 പണമുണ്ടാക്കി നാട്ടിൽ പണക്കാരനെന്നുള്ള പേരെടുക്കണം, അതിലൊരു പെരുമ കിട്ടണം. ചത്തുപോയാൽ, നമ്മൾ നരകത്ത് പോയാൽ അത് ആര് കാണും? ഒരുത്തനും കാണുകയില്ലല്ലോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ 10 പണത്തോടിരിക്കുമ്പോൾ 10 പേര് കാണും. നമുക്കൊരു വലിയ ഒരു മതിപ്പും മര്യാദയൊക്കെ നമുക്ക് കിട്ടുമല്ലോ. നരകത്ത് പോയി അവിടെ കിടന്നാലെന്ത്? ഒരു കുഴപ്പമില്ല, ആരും അറിയില്ലല്ലോ. ഇത് പണം കിട്ടുമ്പം പണമുള്ളവനാണ്, പണക്കാരനാണ്, മേൽപ്പടി ആളാണ് എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കി നമുക്കുള്ള ബഹുമാനവും അതെല്ലാം നമുക്കവർ നൽകുമല്ലോ എന്നുള്ള ചിന്ത ഉള്ളവരുണ്ട്. ധനവാന്മാരാൻ ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും പെടുന്നു. അവർ പല പല കെണികളിൽ പെട്ടുപോകുന്നു. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, ഏത് ചുരുങ്ങിയ വഴിയിലും പണം ഉണ്ടാക്കണം, വളഞ്ഞ വഴിയിലും പണം ഉണ്ടാക്കണം, അടുത്തവനെ നശിപ്പിച്ചും പണം ഉണ്ടാക്കണം, അടുത്തവൻ്റെ മുതൽ വാങ്ങിച്ചു കൊടുക്കാതെയും പണം ഉണ്ടാക്കണം. ഇതാണ് ചിലരുടെ ആഗ്രഹം. അങ്ങനെയുള്ളവൻ നശിച്ചു പോകും. എങ്ങനെ നശിച്ചു പോകുമെന്ന് കർത്താവ് പറയുന്നു, പല പ്രലോഭനത്തിലും കെണിയിലും വലയിലും. കെണി, വലയ്ക്കുള്ളിൽ പെട്ടുപോകുന്നു.
മനുഷ്യരെ നാശത്തിലേക്കും സംഹാരത്തിലേക്കും തള്ളിയിടുന്ന ബുദ്ധിശൂന്യവും ഉപദ്രവകരവുമായ നിരവധി വ്യാമോഹങ്ങളിൽ അകപ്പെടുന്നു. പല വിധത്തിലുള്ള പണമുണ്ടാക്കാൻ ഏതെങ്കിലും കുറുക്ക് വഴിയിലൂടെ പണമുണ്ടാക്കി പണക്കാരനാകാൻ ആഗ്രഹിക്കുന്നവൻ പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾക്ക് അടിമയാകുന്നു. പലവിധ വ്യാമോഹങ്ങൾക്ക്, ആശകൾക്ക് അവൻ അടിമയായി അവൻ നശിച്ചു പോകുന്നു. കാരണം ദ്രവ്യാഗ്രഹമാണ് സർവ്വ തിന്മകളുടെയും നിദാനം. പണമോഹമാണ്, പണ ആശയാണ്. എങ്ങനെയെങ്കിലും 10 പണം ഉണ്ടാകണം എന്ന് വിചാരിക്കുന്നവന് അവൻ്റെ സർവ്വ തിന്മകളുടെയും നിദാനം അവൻ്റെ ഈ ആഗ്രഹം മാത്രമാണ്. ഈ ആർത്തി വഴി, പണ ആർത്തി വഴി എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ഈ ആർത്തി വഴി പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചുപോയി. വിശ്വാസികളായിരുന്നു പലരും, രക്ഷിക്കപ്പെട്ടവരായിരുന്നു, അഭിഷേകം പ്രാപിച്ചവരായിരുന്നു, കൂട്ടായ്മയിൽപ്പെട്ടവരായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ പണം വന്നു കയറി. ഒരു സുപ്രഭാതത്തിൽ സുനാമി വന്നതുപോലെ അവൻ്റെ കയ്യിൽ 10 പണം കിട്ടി. അവൻ്റെ സ്വഭാവം മാറി. പണം കിട്ടിയപ്പോൾ അവൻ്റെ സ്വഭാവം മാറി. അവൻ ഈ ആർത്തി വഴി പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി, ദൈവത്തെ വിട്ട് ഓടിക്കളഞ്ഞു. 10,000-കണക്കിന് ജനം ഇവിടെ വന്ന് ഓടിക്കളഞ്ഞവരാണ്. അഭിഷേകവും ദൈവത്തിൻ്റെ കൃപകളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും സ്വത്തും രോഗത്തിൽ നിന്ന് വിടുതലയും എല്ലാം നേടിയതിന് ശേഷം ഓടിക്കളഞ്ഞവരാണ് ഇടപാടിൽ വന്ന 10,000-കണക്കിന് ആളുകൾ. എന്താണ് കാരണം? ഈ പണാർത്തി. പണത്തിനോട് മാത്രം അവർക്ക് മോഹം. യേശുവിനെ വേണ്ട. യേശുവിൻ്റെ കയ്യിലിരിക്കുന്ന അപ്പം മാത്രം മതി. യേശുവിൻ്റെ കയ്യിലിരിക്കുന്ന അപ്പം എന്ന പണം മാത്രം മതി. ആ പണം നമുക്ക് കിട്ടണം. പണം കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഇതാണ് ചിന്ത. ഇവരൊക്കെ നശിച്ചു പോകുന്ന കൂട്ടത്തിലാണ് എന്ന് വചനം വ്യക്തമാക്കുന്നു. ഈ ആർത്തി വഴി പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചുപോയി. ഇന്ന് തങ്ങളുടെ ഹൃദയങ്ങളെ പലവിധ വേദനകൾ കൊണ്ട് കുത്തിത്തുളയ്ക്കുന്നു. ഇന്ന് ഹൃദയത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല. പണമോഹം അവരെ തളർത്തിക്കളഞ്ഞു. അവസാനം അവർ ചെയ്ത തെറ്റായ വഴികൾ മൂലം ഇന്ന് മനസ്സിൽ വേദന, സങ്കടം, പുറത്തു പറയാനൊക്കാത്ത രീതിയിലുള്ള വേദനകളോട് ഇന്ന് പലരും കാണപ്പെടുന്നു. ദൈവത്തെ വിട്ടുപോയല്ലോ, ദൈവത്തോടിരുന്നപ്പോൾ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചല്ലോ, ദൈവത്തെ വിട്ടുപോയപ്പോൾ ദൈവം എന്നെ വിട്ടുകളഞ്ഞല്ലോ. പല വിധത്തിലുള്ള മനവേദനകളോടുകൂടി ഇന്ന് ചാകുന്ന ഒരു സന്ദർഭത്തിൽ ഇന്ന് അവർ കാണപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, പണം എന്ന് പറയുന്ന മാമോൻ കള്ളനാണ്. അവൻ പിശാചാണ്. അവനെ അകറ്റി നിർത്തണം. പണത്തിന് പ്രാധാന്യം കൊടുക്കരുത്. പണമാണ് എല്ലാമെന്ന് ധരിക്കരുത്. എന്നാൽ പണം നമുക്കും വേണം. നമുക്കെല്ലാവർക്കും പണം വേണം. ചെലവിന് കാശ് വേണം. കാര്യങ്ങൾ നടക്കണം. അത് നീ യേശുവോടുകൂടെ ഇരുന്നാൽ എല്ലാം നിനക്ക് കിട്ടും. യേശുവിനോടൊപ്പം ഇരുന്നാൽ എല്ലാം നിനക്ക് കിട്ടും. യേശുവിനെ കളഞ്ഞുകൊണ്ട് പണവും ബാക്കിയുള്ള രോഗശാന്തിയും ഒക്കെ കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ചാൽ നീ പെട്ടെന്ന് ചത്തും പോകും, നേരെ നരകത്തിലേക്ക് യാത്രയാകുകയും ചെയ്യും. യേശുവിനോടൊപ്പം ഇരുന്നാൽ ചില പ്രയാസങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. എന്നാൽ ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും ദൈവം നമ്മെ വിടുതലയാക്കും. രോഗത്തിൽ നിന്നും വിടുതലയാക്കും. പണ കഷ്ടങ്ങളിൽ നിന്നും നമ്മളെ വിടുതലയാക്കും. എന്തൊക്കെ നമുക്ക് ചെയ്യണമോ അതൊക്കെ ചെയ്തു തരും. എന്നാൽ ദൈവത്തിൻ്റെ സമൂഹത്തിൽ നീ കാത്തിരുന്ന് എല്ലാം പ്രാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം, ഫിലിപ്പിയർ 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഫിലിപ്പിയർ 3:8. എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള അറിവ് വിലയറ്റതാണ്. പൗലോസ് പറയുന്നു. ഇത് പറയുന്നത് പൗലോസാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ
ലേഖനത്തിൽ പറയപ്പെടുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് വിലയേറ്റതാണ്. യേശുവിനെ അറിയുവാനുള്ള അറിവ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും പരമപ്രധാനമായ ഒരു വലിയ സ്വത്താണ്. ദൈവത്തെ അറിയുക ഒരു സ്വത്താണ്. ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുക അത് വലിയ സ്വത്താണ്. ദൈവത്തിൻ്റെ സത്യസന്ധമായ തിരുവചനങ്ങൾ തിരിച്ചറിയുക അത് സ്വത്താണ്. ദൈവജ്ഞാനം നമുക്ക് ദൈവം നൽകുന്ന വലിയ സ്വത്താണ്. ദൈവത്തെക്കുറിച്ചുള്ള പഠനം പരിപൂർണമായി നിനക്ക് ഉണ്ടെങ്കിൽ നീ പണത്തിനെ സ്നേഹിക്കുകയില്ല, ദൈവത്തെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ. ദൈവം പറയുന്നതനുസരിച്ചേ നീ ജീവിക്കുകയുള്ളൂ. ആ ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ്, ദൈവവചനം നിനക്ക് ഇനിയും പിടികിട്ടാത്തത് കൊണ്ടാണ് നീ ദൈവത്തെ ഒതുക്കിക്കൊണ്ട് പണത്തിനെ സ്നേഹിക്കുന്നത്. പണം മാത്രം മതിയെന്ന് നീ ചിന്തിക്കുന്നു. പണം കൊണ്ടൊരുത്തനും സ്വർഗത്ത് പോകാൻ പറ്റിയില്ല. എത്ര കോടീശ്വരനായിരുന്നാലും പല ആയിരക്കണക്കിന് കോടികൾ, ലക്ഷക്കണക്കിന് കോടികൾ ആർക്കെങ്കിലും കൊടുത്ത് സ്വർഗത്തിൽ സ്ഥലം മേടിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. പക്ഷെ ഒരു പാവപ്പെട്ടവൾ, കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവൾ, കർത്താവിൻ്റെ തിരുരക്തത്താൽ എഴുതപ്പെട്ടവൻ, ആ പാവം അത്തപ്പാടി അവൻ പോകും സ്വർഗത്തിൽ. വിദ്യാഭ്യാസം ഇല്ലാത്തവൻ പോകും സ്വർഗത്തിൽ. പഠിപ്പറിയില്ലാത്തവൻ പോകും സ്വർഗത്തിൽ. എന്നാൽ അതുണ്ട് എന്ന് അഹംഭാവം കാണിക്കുന്നവൻ പോകുകയില്ല. അവൻ പോകുന്നത് നരകത്തിലായിരിക്കും. പണത്തിന് പ്രാധാന്യം കൊടുത്ത് നീ ജീവിച്ചാൽ നീ കർത്താവിൻ്റെ മകളുമല്ല, കർത്താവിൻ്റെ മകനുമല്ല. കർത്താവിൽ പരിപൂർണമായ വിശ്വാസം നിനക്കുണ്ടാകണം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള അറിവ് വിലയേറ്റതാണ്. അതങ്ങേറ്റം വിലയേറ്റതാണ്. തന്മൂലം എൻ്റെ എല്ലാ നേട്ടങ്ങളെയും നഷ്ടങ്ങളായി ഞാൻ കാണുന്നു, ഞാൻ എണ്ണുന്നു. തന്മൂലം എൻ്റെ എല്ലാ നേട്ടങ്ങളെയും നഷ്ടങ്ങളായി ഞാൻ എണ്ണുന്നു. പൗലോസ് പണക്കാരനായിരുന്നു, ധാരാളം സ്വത്തുക്കൾ ഉള്ളവനായിരുന്നു. പൗലോസ് വലിയ പണ്ഡിതനായിരുന്നു, പഠിപ്പുള്ളവനായിരുന്നു. പൗലോസ് റോമൻ ചക്രവർത്തിയുടെ പടയാളിയായിരുന്നു, പടത്തലവനായിരുന്നു. അവൻ പണക്കാരനും പദവികളും വഹിച്ചവനായിരുന്നു. ക്രിസ്തുവിനെ എതിർത്തവനായിരുന്നു. യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിക്കുന്നവരെ കുതിര കാലിൽ കെട്ടി വലിച്ചു കൊണ്ടുപോയി ഇവിടെ ജയിലിൽ അടച്ച് അവരെ ഉപദ്രവിച്ചവനായിരുന്നു ഒരു കാലത്ത് പൗലോസ്. ആ പൗലോസ് പറയുന്നു, എൻ്റെ യേശുവിനെക്കുറിച്ചുള്ള അറിവ് വിലയേറ്റതാണ്. അവൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ, യേശു ക്രിസ്തു അവൻ്റെ പാപങ്ങളെ ക്ഷമിച്ചപ്പോൾ, യേശു ക്രിസ്തു പൗലോസിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി തൻ്റെ ശിഷ്യനായി സ്വീകരിച്ചപ്പോൾ പൗലോസ് മാറി. ധനത്തെ എറിഞ്ഞു, പണത്തിനെ എറിഞ്ഞു. ഈ പണവും സ്വത്തും എനിക്കൊന്നും വേണ്ട, ഈ പദവികളും എനിക്ക് വേണ്ട, റോമൻ ചക്രവർത്തിയുടെ പടത്തലവനായ പദവിയും എനിക്ക് വേണ്ട, എനിക്കെൻ്റെ യേശു മാത്രം മതി. അങ്ങനെ പണത്തെ എല്ലാം ദൂരെ വാരി വലിഞ്ഞ് എറിഞ്ഞവനാണ് ഈ പൗലോസ്. പണം വേണ്ട എന്നോ, സ്വത്ത് എനിക്ക് വേണ്ട, ഇതെക്കാളും വലിയ സ്വത്താണ് എനിക്ക് ദൈവം തന്നിരിക്കുന്ന സ്വത്ത്. ആ യേശു എന്ന സ്വത്ത് മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞു. അങ്ങനെ പണത്തിനെ ദൂരെ എറിഞ്ഞു. തന്മൂലം എൻ്റെ എല്ലാ നേട്ടങ്ങളെയും, ഞാൻ സമ്പാദിച്ച എല്ലാറ്റിനെയും വെറും നഷ്ടങ്ങളായി ഞാൻ എണ്ണുന്നു. ഞാനെല്ലാം കളഞ്ഞു. അവന് വേണ്ടി സർവ്വതും ഞാൻ നഷ്ടപ്പെടുത്തി. യേശുവിന് വേണ്ടി എൻ്റെ സ്വത്തും പണവും എല്ലാം
എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ നഷ്ടപ്പെടുത്തി. ക്രിസ്തുവിനെ നേടാൻ അവയെ ഞാൻ ഉച്ഛിഷ്ടമായി കണക്കാക്കുന്നു. എൻ്റെ ക്രിസ്തു എനിക്ക് മതി. എൻ്റെ ക്രിസ്തുവിനെ സമ്പാദിക്കുവാനായി ഈ പണത്തെയെല്ലാം ഞാൻ കളഞ്ഞു, വാരി വലിച്ചു കളഞ്ഞു. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. എന്തിന്? എനിക്ക് എൻ്റെ യേശു മാത്രം മതി. ഈ പണമെല്ലാം ഉച്ഛിഷ്ടമായി, ചവറായി ഞാൻ കണക്കാക്കുന്നു. പൗലോസ് പറയുന്നു, എൻ്റെ സ്വത്തും പണവും ബാക്കിയുള്ള എല്ലാ ഐശ്വര്യമായ കാര്യങ്ങളും എല്ലാം ഞാൻ വെറും കുപ്പയായി, വെറും ചവറായി കണക്കാക്കുന്നു. എൻ്റെ യേശുവിൻ്റെ മുൻപിൽ ഇതിന് വിലയില്ല. സത്യങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയായും പറഞ്ഞുകൊണ്ട് പോയി കളയരുത്. കാര്യങ്ങൾ ഹൃദയത്തിൽ മനസ്സിലാക്കണം. യേശു നല്ലവനാണ്. യേശു നിന്നെ സ്നേഹിക്കുന്നു. ആ യേശു നിനക്ക് രക്ഷ നൽകി, അഭിഷേകം നൽകി. ആ ക്രിസ്തുവിനെ നീ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ തിരുവചനങ്ങൾ പാലിക്കാതെ നീ യേശുവിൻ്റെ പുസ്തകവും കയ്യിലെടുത്ത്, ബൈബിളും കയ്യിലെടുത്ത് വരികയാണ്. മാറണം. ഇനിയെങ്കിലും മാറണം. നീ ഒരു മാറ്റമുണ്ടാകണം. ഇടപ്പാടിൽ വന്നാൽ നീ സ്വർഗത്തിരിക്കണം. അതാണ് ഇടപ്പാടിൻ്റെ നിയമം. നീ ഇടപ്പാടിൽ വന്നിട്ടുണ്ടോ, നിനക്ക് സ്വർഗത്തിൽ സ്ഥലമുണ്ട്. അത് ദൈവത്തെ അനുസരിക്കുന്നവർക്ക് മാത്രം. മാമോനെ സ്നേഹിക്കുന്നവർക്കല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രം ആ സ്ഥലം ഒരുക്കി വച്ചിരിക്കുന്നു എന്നുള്ള പരമസത്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സദമുഴങ്ങും ശാലേമേ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ. എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനീ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനീ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനീ, എന്നോ ഞാൻ ചേർന്നിടുമോ. മുത്തിനാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ, മുത്തിനാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ. തവ മഹത്വം കണ്ടിട്ട് ആനന്ദിപ്പാൻ മമ കൺകൾ പാരം തോതിച്ചിടുന്നേ. തവ മഹത്വം കണ്ടിട്ട് ആനന്ദിപ്പാൻ മമ കൺകൾ പാരം തോതിച്ചിടുന്നേ.
എന്നോ ഞാൻ ചേർന്നിടുമോ പരിശുദ്ധനീ എന്നോ ഞാൻ ചേർന്നിടുമോ പരിശുദ്ധനീ എന്നോ ഞാൻ ചേർന്നിടുമോ പരിശുദ്ധനീ എന്നോ ഞാൻ ചേർന്നിടുമോ അന്ധതയില്ല നാടേ ദൈവ തേജസ്സ നിന്നും വീടേ അന്ധതയില്ല നാടേ ദൈവ തേജസ്സ നിന്നും വീടേ തവ വിളക്കാം ദൈവത്തിൻ കുഞ്ഞാടിനെ അളവന്നിൽ പാടി സ്തുതിച്ചിടും ഞാൻ തവ വിളക്കാം ദൈവത്തിൻ കുഞ്ഞാടിനെ അളവന്നിൽ പാടി സ്തുതിച്ചിടും ഞാൻ വാനവരിൻ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ വാനവരിൻ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ പരിശുദ്ധനീ എന്നോ ഞാൻ ചേർന്നിടുമോ പരിശുദ്ധനീ എന്നോ ഞാൻ ചേർന്നിടുമോ പരിശുദ്ധനീ എന്നോ ഞാൻ ചേർന്നിടുമോ കഷ്ടതയില്ല നാടേ ദൈവ ഭക്തരിൻ വിശ്രമമേ കഷ്ടതയില്ല നാടേ ദൈവ ഭക്തരിൻ വിശ്രമമേ പുകൾ പെരുകും പുത്തനെ യെരൂശലേമേ തിരുമാർവിൽ എന്നോ ഞാൻ ചാരിടുമോ പുകൾ പെരുകും പുത്തനെ യെരൂശലേമേ തിരുമാർവിൽ എന്നോ ഞാൻ ചാരിടുമോ വാനവരിൻ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ വാനവരിൻ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ പരിശുദ്ധനീ എന്നോ ഞാൻ ചേർന്നിടുമോ പരിശുദ്ധനീ എന്നോ ഞാൻ ചേർന്നിടുമോ പരിശുദ്ധനീ എന്നോ ഞാൻ ചേർന്നിടുമോ ഹല്ലേലൂയ 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 அருமையானவர்களே, ஆண்டவருடைய ராஜ்யம் யாராலும் எட்டி பிடிக்க முடியாது. ஆண்டவருடைய ராஜ்யத்தில் வெறுமையாய் யாரும் பிரவேசிக்க முடியாது. ஆண்டவருடைய ராஜ்யத்தில் ரெக்கமெண்ட் பண்ண முடியாது. ஆண்டவருடைய ராஜ்யத்தில் ஆண்டவரோடு காணப்படுகிற சிரேஷ்ட தூதர்கள், செராபீங்கள், கெருபீங்கள், மிகாயேல் யாரும் ஆண்டவரை நோக்கி இறங்கப்பா இந்த ஆளை கூட எடுக்கணும்னு சொல்ல முடியாது. நாம் கள்ளத்தனமாக ஒரு பிரேயர் சொல்லுவோமே, மரண நேரம் வரையில் எங்களுக்காக வேண்டிக் கொள்ளும் சொல்ல முடியாது. யாராலும் ரெக்கமெண்ட் பண்ண முடியாது. எந்த புனிதர்களும் பிதாவாகிய தேவனோடு பேச முடியாது. அருமையானவர்களே, ஒரு நபர் போக வேண்டுமென்றால் ஆண்டவருடைய சன்னிதானத்தில் கடமைப்பட்டு கஷ்டப்பட்டு தான் வாழ வேண்டும். பணத்தில் ஆசையுள்ள யாரும் போக முடியாது. உலகத்தில் ஆசையோடு வாழ யாரும் போக முடியாது. இல்லாத பணத்தை உண்டு பண்ணி பெரிய பங்களா வீடும் பேர்தான திருமணங்களும் நடத்துகிறவர்கள் போக முடியாது. மட்டும் இதத்தோடு நம் ஆண்டவருடைய பிள்ளைகள் அந்த உணர்வு எப்போதும் தேவை. நம் யாருக்கு சொந்தம்? ஆண்டவருக்கு சொந்தம். திருவெளிப்பாடு புஸ்தகம் 21:3 வாசி.
அரியணையிலிருந்து பெரிய ஒரு குரலை கேட்டேன். அந்த குரல், இதோ கடவுளின் இல்லம் மனிதரிடையே உள்ளது. ஹல்லேலூயா. கடவுளின் இல்லம் மனிதரிடையே உள்ளது என்றால் ஒரு பவனம் அல்ல. கடவுளின் இல்லம் அவருடைய ராஜ்யம். அந்த ராஜ்யம் எப்படி உருவானது? அவருடைய சக்தியால் உண்டாக்கப்பட்டது. அதே சக்தி பூமியில் கடந்து வரப்போகிறது என்றார். பூமியில் கடந்து வந்தது, பூமியில் குடிகொண்டது. மக்கள் எல்லோரும் ஆண்டவரின் வல்லமையின் ஆவியை பெற்றுக் கொண்டார்கள். இதோ கடவுளின் இல்லம் மனிதரிடையே உள்ளது, அவர்களோடு அவர் குடிகொண்டிருப்பார். ஹல்லேலூயா, ஹல்லேலூயா. அவர்களோடு மனிதர்களோடு கடவுள் குடிகொண்டிருப்பார். அந்த மக்கள் எல்லோரும் கடவுளின் மக்களாயிருப்பார். ஹல்லேலூயா. அந்த மக்கள் எல்லோரும், ஆண்டவரை அறிந்திருக்கும் மக்கள் எல்லோரும் கடவுளின் மக்களாக இருப்பார். கடவுள் தாமே அவர்களோடு தங்கி இருப்பார். ஹல்லேலூயா, ஹல்லேலூயா. அருமையானவர்களே, 2 தட்டு, ஒரு தட்டு நிறைய சொர்ணம், நோட்டுகள், ஏராளமான சொத்துக்கள். இன்னொரு தட்டு ஆவியானவர். உங்களுக்கு யாரை தேவை? சொர்ணத்தட்டை தான் தேர்ந்தெடுப்பீர்கள். பணம் பணம் பணம். பேர பிள்ளைக்கும் பணம் வேணும், பிள்ளைகளுக்கும் பணம் தேவை, வீட்டுக்கும் குடும்பத்துக்கும் பணம் தேவை. அதைத்தான் சின்னப்பர் சொன்னார், நான் இருப்பதெல்லாம் குப்பையென தள்ளினேன். ஹல்லேலூயா. பெரிய சம்பத்துடையவர், பெரிய சொத்துக்கு அதிபதி. அவர் சொன்னார், நான் இதை குப்பையாக மதிக்கிறேன். இது குப்பை. இது என்னோடு இருந்தால் என் கடவுள் என்னை கைவிடுவார். நான் என்ன செய்கிறேன்? ஓட்டப்பந்தய வீரன் ஓடுவது போல. சகோதரர்களுக்கு புரியுமா? கேக்குதா சொல்லக்கூடியது? சின்னப்பர் பவுலோஸ் அவர் என்ன சொன்னார்? ஓட்டப்பந்தய வீரர்கள் ஓடுவது போல் நான் ஓடினாலும் ஓட்டப்பந்தய வீரர்களில் ஒருவன் தானே முதலிடம் பெறுவார். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. சின்னப்பர் கூறிய வார்த்தை கேட்டீர்கள். அவர் மீண்டும் என்ன சொன்னார்? ஆகவே நான் திரும்பி பார்க்காமல் முன்னேறி ஓடுகிறேன். ஹல்லேலூயா. நான் திரும்பி பார்க்காமல் முன்னேறி ஓடிக்கொண்டே இருக்கிறேன். ஓட்டப்பந்தய வீரனைப் போல ஓடிக்கொண்டே இருக்கிறேன். எதற்காக? முதலிடம் கிடைக்க வேண்டும். ஹல்லேலூயா. நம் மேலே ராஜ்யம் போக வேண்டும். அருமையானவர்களே, ஒரு தொழில் நடந்தால் ஆண்டவர் வேண்டாம், ஒரு வேலை கிடைத்தால் ஆண்டவர் வேண்டாம், தொழில் முன்னேற்றம் உண்டென்றால் ஆண்டவர் வேண்டாம். இது பிழைப்புக்குரிய வழி, உணவுக்குரிய வழி, பிள்ளைகளின் தேவைக்குரிய வழி, அவ்வளவுதான். அதற்கு மேல் இல்லை. இது ஒன்றும் இருக்காது. ஒரு நிலநடுக்கம் 2000 ஜானுவரி 26 குஜராத்தில் ஒரு நிலநடுக்கம் உண்டானது. வீடுகள் எல்லாமே மண்ணுக்குள் புதைந்து போனது. யாராலும் காப்பாற்ற முடியவில்லை. பெரிய பண்ணையர்கள் எல்லாமே மண்ணோடு மண்ணாய் குழிக்குள் புதைந்து போனது. ஒரு நிலநடுக்கம் உண்டானால்
ஒரு சுனாமி கடல் உண்டானால் இருப்பதை யாரும் எடுத்து ஓட முடியாதே. பணத்தின் மேல் பற்று வைக்காதீர்கள், பணத்தின் மேல் ஆசை வைக்காதீர்கள். கொடுக்க வேண்டியதை கொடுத்து விடுங்கள், கிடைக்க வேண்டியதை அமைதியாக கேட்டு பெற்றுக்கொள்ளுங்கள். ஆண்டவரிடம் அன்போடு நிலைத்து நில்லுங்கள். ஆண்டவருடைய மக்களாக இருங்கள். அவரை உரிமையோடு அப்பா என்று கூப்பிடுங்கள். வாசிக்க வேண்டாம். மார்க்கு நற்செய்தி 14ஆம் அதிகாரம் 32 முதல் வசனம் வரை வாசிக்கும்போது ஆண்டவர் தம்மோடு இருந்த சீடர்களோடு கெத்சமனே தோட்டத்தில் வந்தார். இரவு நேரம். அவர்களோடு சொன்னார், ராயப்பர், அருளப்பர், யாகப்பர். அவர்களோடு சொன்னார், நீங்கள் தூங்காதீர்கள், நீங்கள் விழித்திருந்து ஜெபியுங்கள். என்னுடைய ஆத்மா மரண வேதனைப்படுகிறது, என்னால் தாங்க முடியவில்லை. அவர் அப்பால் சென்று முழங்காலில் நின்று தரை குப்புற விழுந்து கண்ணீரோடு உரக்கே கூவி அழுதார். பிதாவே, எந்த பாத்திரம் என்னை விட்டு நீங்க கூடுமானால் நீங்கட்டும், தாங்க முடியவில்லையே. இந்த வேதனை என்னை விட்டு நீங்க கூடுமானால் நீங்கட்டும், ஆயிலும் என் விருப்பம் அல்ல, உம்முடைய விருப்பம் போலாகட்டும் என்று கதறி அழுதார். திருப்பி வந்தார். அவர்கள் படுத்து மனக்கலக்கத்தால் தூங்கிக் கொண்டிருந்தார்கள். அவர்களை தட்டி எழுப்பினார். எழுந்திருங்கள், தூங்குகிறீர்களோ என்று எழுப்பிவிட்டு மீண்டும் சென்றார். 2ஆம் முறையாக நிலத்தில் கமிழ்ந்து விழுந்து, கெத்சமனே தோட்டம் என்றால் அது பாறை, ஆண்டவர் விழுந்து உரக்கே கூவி அழுதார். பிதாவே என்று கூப்பிட்டார். இந்த பிதாவானவர் அவருக்கு யாரு? தந்தையாம் இறைவன், தகப்பன். அந்த தகப்பன் எவ்வளவோ நொந்து போயிருப்பார். ஒரு பிரேயரில் வந்து உங்களை கட்டி எழுப்பி கொண்டு வந்து சேர்க்க 33 ஆண்டுகள். விட்டவர்கள் ஏராளம், சென்று போனவர்கள் ஏராளம். ஆசீர்வாதம் இல்லாமல் ஒரு நபர் இடப்பாடை விட்டு போனதில்லை. இத்தனை துயரப்பாடுகளை நொந்து போன இருதயத்தோடு தந்தையை நோக்கி அலறி துடிக்கும் ஆண்டவர் நம்மை மீட்டு ரட்சிப்பதற்காக, நம்மை பரலோகம் கொண்டு போய் சேர்ப்பதற்காக அந்த துயரத்தோடு அழுதார். திரும்பி வந்தால் ராயப்பரும் அருளப்பரும் யாகப்பரும் மீண்டும் படுத்து தூங்குவதை கண்டார். அவரை எழுப்பினார். கண்ணீரோடு சொன்னார், 1 மணி நேரமாகிலும் விழித்திருந்து ஜெபிக்க உங்களால் கூடாதோ என்று கேட்டார். அழுதார். அப்போஸ்தலர்களை நோக்கி கேட்டார், 1 மணி நேரம் விழிப்போடு இருங்கள் என்று சொன்னேன், நீங்கள் படுத்துறங்குகின்றீர்கள். 1 மணி நேரமாகிலும் விழித்திருந்து ஜெபிக்க உங்களால் கூடாதோ என்று கேட்டார். திரும்பியும் 3ஆம் முறையாக விழுந்து கண்ணீரோடு ஜெபித்தார். பிதாவே, இந்த வேதனை என்னை விட்டு நீங்க கூடுமானால் நீங்கட்டும், இல்லையே உமது சித்தப்படியாகட்டும். திரும்பி வந்தார். அவர்களை தட்டி எழுப்பினார் 3ஆம் முறையும். அதே மக்கள் நீங்கள் எல்லோரும். ஆண்டவருக்காக 2 மணி நேரம் ஜெபிக்க உங்களால் முடியாது. அருமையானவர்களே, அந்த பாடுகள், அந்த இரத்தம், அந்த இரத்த பலி இன்று நாம் இவ்விடத்தில் இருப்பது மட்டுமல்ல, உலகமெங்கும்
ஆண்டவருடைய பிள்ளைகள் காணப்படுவது அந்த பலியாடின் இரத்தத்தினாலே, அவர் சிந்திய இரத்தத்தினாலே. அவருடைய சரீரத்தில் கடைசி துளி இரத்தமும் தண்ணீரும் அவர் சிந்தினார். அவரை நோக்கி கண்ணீரோடு கண்ணீரோடு உலகத்திற்காக ஆசீர்வாதங்களுக்காக வேண்டுதல் செய்யாதீர்கள். நேரம் இருப்பவர்கள் ஒரு நாள் 2 மணி நேரம் பிரேயர் செய்யலாம், கடந்து வரலாம். ஆண்டவருடைய ராஜ்யத்தின் மக்கள், ஆண்டவரின் ராஜ்யத்தின் மக்கள், ஆண்டவரோடு இருப்பவர்கள், அவருக்காய் வாழ்பவர்கள் சொல்லுவார்கள், அப்பா நான் வருகிறேன். ஹல்லேலூயா. நீங்கள் தானே இந்த மரணப்பாடுகளை கேட்கின்றீர்கள். உங்களோடு இருக்கும் மக்களுக்கு ஒன்றும் புரியாதே. ஒரு சிலுவை மரத்தில் காணப்படுகிற இயேசுவின் ரூபத்தை சுமந்து எவ்வளவுதான் வருடங்கள் நடந்து சென்றாலும் ஆத்தும பாரம் இல்லையே, ஆண்டவரோடு அன்பில்லையே, பாவம் செய்ய மாட்டேன் என்று உறுதியான அறிக்கை இல்லையே, பணத்திற்காக மட்டும்தானே வாழும் மக்கள். அருமையானவர்களே, ஆண்டவரின் மக்களாக மாறுவோம். ஹல்லேலூயா, ஹல்லேலூயா. ஆண்டவரிடத்தில் ஒப்பு கொடுங்கள், அவருடைய மக்களாக இருங்கள். குடும்பமாக சேனைகளின் ஆண்டவரோடு ஒன்று சேருங்கள். எல்லோரும் முழங்கால் படியிட்டு ஜெபிப்போம். எல்லோரும் முழங்கால் படியிடுவோம். ஆண்டவராகிய இயேசு கிறிஸ்துவின் பாடுகளோடு நாமும் ஒன்றுபடுவோம். எல்லோரும் கண்களை மூடி அவரை நோக்கி நான் உமக்கு என்ன செய்ய வேண்டும் அப்பா, நான் உமக்கு என்ன செய்ய வேண்டும் அப்பா. அப்பா அப்பா, குற்றம் உண்டு, குறைகள் உண்டப்பா. சேனைகளின் ஆண்டவரே, இஸ்ரவேலின் மாமன்னரே, பாவிகளின் அடைக்கலமானவரே, பாவத்தை விட்டு விலகி வாழ கற்று தந்தவரே, எங்களை ஆசீர்வதித்தவரே, எங்கள் தேவைகளை நிறைவேற்றியவரே, அற்புதமாய் எங்களை வழி நடத்தினவரே, அப்பா அப்பா. பிரைஸ் தி லார்ட், பிரைஸ் தி ஃபாதர், glory to Lord. ஆமென். ஆண்டவரே, எங்கள் பாவங்களை பொறுத்தருளும், குற்றங்குறைகளை நீக்கியருளும். உம்முடைய சிலுவை பாடுகள் எங்களுக்காக, உம்முடைய சிலுவை பாடுகள் எங்களுக்காக, எங்கள் தண்டனை மேல் விழுந்தது. ஆண்டவரே, பொறுத்தருளும் கர்த்தாவே, பொறுத்தருளும் கர்த்தாவே. இரக்கத்தின் ஆண்டவரே, பொறுத்து கொள்ளும்படியாய் ஜபிக்கிறோம். எங்களில் மாற்றம் உண்டாகும்படியாய் ஜபிக்கிறோம். உம்முடைய மக்கள் மாறும்படியாய் ஜபிக்கிறோம். கடைசி காலம் வரை உம்மோடு இணைந்து வாழும்படியாய் ஜபிக்கிறோம். Praise the Lord, glory to Lord. Praise the Lord, praise the Lord, glory to Lord. சகோதரர்கள், அப்பா என்று கூப்பிடுங்கள். உங்களுக்கு அருகாமையில் உள்ளார். அப்பா உங்கள் அருகாமையில் உள்ளார். உங்களை ஆசீர்வதிக்கிற தகப்பனா இருக்கிறார். உங்களை ஆசீர்வதிக்கும் தந்தையா இருக்கிறார். Praise the Lord, glory to Lord, glory to Father. அப்பா 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 அப்பா, உம்மை விட்டு விலக மாட்டோம், உம்மை விட்டு பிரிய மாட்டோம்ப்பா. எங்கள் குடும்பம் உம்முடைய குடும்பம். எங்களுடைய பவனத்தில் நீர் வாசம் செய்கிறீர் ஆண்டவரே. அப்பா, பிரைஸ் தி லார்ட், glory to Lord, glory to Lord, glory to Lord. Praise the Lord, praise the Lord, praise the Lord.
Glory to Lord. நன்றி ஆண்டவரே, நன்றி ஆண்டவரே, நன்றியோடு துதிக்கிறோம் பிதாவே. அப்பா, எங்களில் குறையுண்டு, குற்றங்கள் உண்டு, எங்களை தகுதிப்படுத்து, பரிசுத்தப்படுத்து, உம்முடைய மக்களாக மாற்று, உம்முடைய பிள்ளைகளாக மாற்று. ஆமென் ஆண்டவரே, நன்றியோடுமை துதிக்கிறப்பா, நன்றியோடுமை துதிக்கிறோம். சிலுவையின் மரணம் நமக்காக, சிலுவையின் பாடுகள் நமக்காக, இரத்தம் சிந்துதல் நமக்காக, இரத்தம் சிந்துதல் நமக்காக. ஆமென், ஆமென் ஆண்டவரே, ஆமென் ஆண்டவரே, ஆமென் ஆண்டவரே, ஆமென் அப்பா, ஆமென். கர்த்தாவே, உமக்கு நன்றி செலுத்துகிறோப்பா ஆண்டவரே, உமக்கு நன்றி செலுத்துகிறோம். கடைசி காலத்தில் எங்களை ஏற்றுக்கொண்டீர். உமக்கு நன்றி ஆண்டவரே, உமக்கு நன்றி ஆண்டவரே, உமக்கு நன்றி தகப்பனே. நன்றியோடுமை ஸ்தோத்தரிக்கிறோம். எல்லோரையும் நம்முடைய கரங்களில் தருகிறனப்பா. எல்லா மக்களையும் குடும்பங்களையும் ஆசீர்வதியும், எல்லோரையும் ஆசீர்வதியும், எல்லோரையும் ஆசீர்வதியும். உம்முடைய பிள்ளைகள் எல்லோரையும் ஆசீர்வதியும், உம்முடைய பிள்ளைகள் எல்லோரையும் ஆசீர்வதியும், உம்முடைய பிள்ளைகள் எல்லோரையும் ஆசீர்வதியும். ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும், ஆசீர்வதியும். எல்லாம் வல்ல ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கிறோம். ஜெபம் கேளும் நல்ல பிதாவே. என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரே, என் முழு உள்ளமே உடைய பரிசுத்த நாமத்தை ஸ்தோத்திரே. என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரே, அவற்றை சகல நன்மையும் ஒருபோதும் மறவாதே. ஆமென். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா.